കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ നമ്മുടെ വീടുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിക്കാതെ പോകരുത്. കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ലഭിക്കുന്നവർക്ക് വരുന്ന മാസങ്ങളിലെ ഗഡുക്കൾ ഒരുപക്ഷെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് വീഡിയോയിലൂടെ പറയുകയാണ്. നിലവിൽ 4 മാസ ഇടവേളകളിൽ 2000 രൂപ വീതം വർഷത്തിൽ 3 ഇൻസ്റ്റാൾമെന്റുകളാണ് ലഭിക്കുന്നത്. 2000 രൂപ വീതമുള്ള 3 ഗഡുക്കളാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് സഹായം എത്തിച്ചേരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുകയാണ്. അതായത് ഒരുപാട് അനർഹരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററുകൾ തന്നെ അനധികൃതമായി അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരോടൊപ്പം ഒത്താശയോടെ തട്ടിപ്പ് നടത്തിയെന്നത് കേന്ദ്ര സർക്കാരിന് മുമ്പ് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അർഹതയുള്ള കർഷകരിൽ നിന്ന് മറ്റ് ആനുകൂല്യങ്ങൾക്കെന്ന് പറഞ്ഞ് ഡോക്യുമെന്റ്സുകൾ വാങ്ങി, എന്നാൽ ആ ഡോക്യുമെന്റുകൾ യൂസ് ചെയ്ത് ഓൺലൈൻ സർവീസ് സെന്ററുകൾ ഉൾപ്പെടെ തട്ടിപ്പുകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ ആധാർ അധിഷ്ഠിത വിതരണ രീതിക്ക് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ആധാർ വഴിയുള്ള വിതരണമാണ്. അതായത് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള കർഷകന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായി ഈ ധനസഹായം എത്തിച്ചേരുക. ഇനി കർഷകന്റെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ധനസഹായം അക്കൗണ്ടുകളിലേക്ക് കൈമാറുകയില്ല. അതുകൊണ്ട് തന്നെ കർഷകർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്. നമ്മുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ, ജനസേവന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെത്തി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റേറ്റസ് പരിശോധിക്കാനായിട്ട് സാധിക്കും. സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബാങ്കിലെത്തി ഇത് ബന്ധിപ്പിക്കാനും സീഡ് ചെയ്യാനും സാധിക്കും. ഇനി എത്ര ശ്രമിച്ചിട്ടും ഇത് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുക. പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിച്ച് അതുവഴി നമുക്ക് ധനസഹായത്തിന് അർഹത നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി രണ്ടാമതായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് KYC ആണ്. ഈ KYC പൂർത്തിയാക്കിയവർക്ക് ഈ ധനസഹായം ലഭിക്കുന്നതാണ്. എന്നാൽ ചില സമയങ്ങളിൽ ReKYC, അതായത് ചില കർഷകർ വീണ്ടും KYC ചെയ്യേണ്ടതായി വരും. ഇങ്ങനെ ഉണ്ടോ എന്നറിയാൻ KYC സ്റ്റേറ്റസ് പരിശോധിച്ചാൽ മതി. അല്ലെങ്കിൽ ഫോണിൽ ഇതുമായി ബന്ധപ്പെട്ട SMS നോട്ടിഫിക്കേഷനുകൾ ലഭിക്കും. അപ്പോൾ ബയോമെട്രിക് സംവിധാനം വഴിയോ ഫേസ് ഓതന്റിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ OTP അടിസ്ഥാനമാക്കിയുള്ള വെരിഫിക്കേഷൻ വഴിയോ KYC പൂർത്തിയാക്കേണ്ടതാണ്. ഈ KYC പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ധനസഹായം ലഭിക്കുകയുള്ളൂ. അതിനാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മൂന്നാമതായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പദ്ധതിയിൽ അപേക്ഷ നൽകിയ കർഷകരിൽ ആരെങ്കിലും മറ്റ് കേന്ദ്രം അല്ലെങ്കിൽ സംസ്ഥാന പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അത് 10,000 രൂപ അതിന് മുകളിലോ ആയാൽ ഈ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങാനായിട്ട് പാടില്ല. ആധാർ അടിസ്ഥാനത്തിൽ പരിശോധനകൾ ഉണ്ടാകും. ഇതുവരെ വാങ്ങിയ തുക തിരിച്ചടക്കേണ്ട സാഹചര്യം വരാം. അതുകൊണ്ട് തന്നെ പെൻഷൻ ലഭിക്കുന്നവർ ഈ പദ്ധതിയുടെ ആനുകൂല്യം വേണ്ടെന്ന് വെക്കാനുള്ള സംവിധാനം PM കിസാൻ സമ്മാൻ പദ്ധതിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അങ്ങനെ നമ്മുടെ ആനുകൂല്യം സറണ്ടർ ചെയ്യാം. പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ചാർട്ടേഡ് അക്കൗണ്ടുകൾ മുതലായവർ ഈ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങാനായിട്ട് പാടില്ല. കൂടാതെ ഒരു വീട്ടിൽ ഒന്നിലധികം പേർ ആനുകൂല്യം വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഏകദേശം 14,000-ഓളം ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് തുക തിരിച്ചു പിടിക്കുന്ന നടപടികളും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു റേഷൻ കാർഡിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ അർഹതയുള്ള ഒരാൾക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കൂ. അതിനാൽ ഒന്നിലധികം പേർ ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ ആനുകൂല്യം സറണ്ടർ ചെയ്യേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.